Good evening everyone. നമ്മളിപ്പോൾ 7:14 ക്ലാസ് തുടങ്ങേണ്ട സമയം 4 മിനിറ്റോളം കഴിഞ്ഞു. ഏകദേശം സ്ഥിരം വരുന്നവരൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏകദേശം ഒരു 20ൻ്റെ മുകളിൽ ആളുകൾ ഇപ്പോൾ ക്ലാസ്സിലുണ്ട്. ഓക്കെ, ഇനിയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചില പ്രദേശങ്ങളിൽ പിന്നെ പാലക്കാട് ജില്ലയിലും മറ്റുമൊക്കെ നല്ല കനത്ത മഴയും ഇടിമിന്നൊക്കെ ഉണ്ട്. അത്തരം പ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ റെക്കോർഡ് നാളെ മുതൽ രാവിലെ മുതൽ റെക്കോർഡ് പിന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതിൽ ടെൻഷൻ ആവണ്ട. ഓക്കെ, ഞാൻ വൈഫൈ ഒന്ന് ഓൺ ആയിക്കോട്ടെ. യെസ്, അപ്പോൾ ഞാനിന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരാളെ റിമൂവ് ചെയ്തിരുന്നു ക്ലാസ്സിൽ നിന്ന്. അതെന്താ വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് നിങ്ങളെ മൈക്ക് അതുപോലെ ക്യാം ഓണാണോ ഓഫാണോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തിയിട്ട് ജോയിൻ ചെയ്യാവൂ. ജോയിൻ ചെയ്ത ഉടനെ അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സംസാരിക്കുന്നുണ്ടാവും, അത് ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഇത് കേൾക്കും. അതുകൊണ്ട് ഇങ്ങനെ മ്യൂട്ട് ചെയ്യാൻ കഴിയാത്തൊരു ഓപ്ഷൻ വന്ന്, കാരണം എൻ്റെ ഫോണിൽ മ്യൂട്ടിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോർമലി റിമൂവ് ചെയ്തത്. അവർക്ക് വീണ്ടും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പക്ഷേ അത് അറിയാതെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ടോക്ക് നിങ്ങളും നിങ്ങളുടെ ഏടത്തിയുടെ മക്കളൊക്കെ ടോക്ക് ഉണ്ടാകുമ്പോൾ ആ ടോക്കിൻ്റെ ഒരു ലാംഗ്വേജ് ഒരു പക്ഷേ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിന് യോജിച്ചതാവണം എന്നില്ല. അതുകൊണ്ട് പിന്നെ പരിഹസിക്കപ്പെടാതിരിക്കാൻ വേണ്ടി റിമൂവ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ റിമൂവ് ആയ ആൾ ഇനി ഫീലിംഗ് ആവണ്ട. ഓക്കെ കേട്ടോ. പരമാവധി ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൈക്കും ക്യാമും ഓൺ ചെയ്യാം. പക്ഷേ ഈ മൈക്ക് ഓൺ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ ശബ്ദങ്ങൾ അപ്പോഴപ്പോഴെ തന്നെ ഡൗൺലോഡ് ആവുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം. ആ സമയത്ത് സ്റ്റക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൈക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ക്യാം ഓൺ ആക്കുന്നതുകൊണ്ട് ഈ ഇഷ്യൂസ് കാണുന്നില്ല. കാരണം നമ്മുടെ മൊബൈൽ കൂടുതൽ ജെർക്ക് ചെയ്താൽ, കൂടുതൽ ഇളകിയാൽ മാത്രമേ ഈ അപ്ലോഡിങ് ഡൗൺലോഡിങ് ഇഷ്യൂസ് പ്രശ്നം വരുള്ളൂ. ഒരേപോലെ ഇമേജ് ആണെങ്കിൽ അത്ര ഇഷ്യൂ വരാറില്ല. നല്ല മഴയുള്ള പ്രദേശത്തുള്ള ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ തൽക്കാലം ക്ലാസ്സിൽ നിന്നൊന്ന് ലെഫ്റ്റ് അടിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡിങ് റെഡിയാണ് കേട്ടോ. ഇനി അല്പം കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. എപ്പോഴാണ് ക്ലാസ് ജോയിൻ ചെയ്യാം. ഓക്കെ കേട്ടോ. യെസ്, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം കേട്ടോ. കാരണം നമ്മൾ ടീച്ചേഴ്സാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് കുറേയൊക്കെ പിന്നെ മര്യാദകൾ എല്ലാ അധ്യാപകരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു കോമൺ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, എല്ലാ ആളുടെ ഇടയിലും ചേരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷേ എല്ലാവർക്കും നമ്മൾ ക്ലാസ്സിലെ പ്ലാറ്റ്ഫോമിൽ ഇവിടെയും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഇടിമിന്ന് വന്ന് ഫ്ലാഷ് എറിയുകയാണെങ്കിൽ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റന്നാൾ ക്ലാസ്സുകളുണ്ടാവും കേട്ടോ. അപ്പോൾ പറയാനുള്ള അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഈ മൈക്ക് ഓൺ ആക്കിയിട്ട് വീട്ടിലെ ശബ്ദങ്ങൾ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നത് എല്ലാ സ്റ്റാഫിനും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ റിമൂവ് ചെയ്തത് റിമൂവ് ചെയ്ത ആളോട് നിങ്ങൾക്ക് പേഴ്സണലി ഒരു വെറുപ്പില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അറിയും. അങ്ങനെ അറിയുന്നത് മോശമല്ലേ അല്ലേ? അതുകൊണ്ട് റിമൂവ് ചെയ്തതാണെന്ന് കരുതിയാൽ മതി. ഓക്കെ, സോ എൻ്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഒന്ന് തമ്മിൽ പ്രശ്നം അയച്ചോളൂ. സൗണ്ട് ഓഡിബിൾ എല്ലാവർക്കും? വിഷ്വൽസിന് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. ഇവിടെ നല്ല മഴയുണ്ട്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിൽ നമ്മുടെ മെമ്പർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, പിന്നെ ഈ ക്ലാസ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് വൈകി, ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകി ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ക്ലാസ്സിൻ്റെ ഇതുവരെയുള്ള മുഴുവൻ ക്ലാസ്സിൻ്റെയും ലിങ്ക് അവരെ കൈകളിൽ എത്തിക്കാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ അവരെപ്പോൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇഷ്യൂ അല്ല. എല്ലാം റെക്കോർഡിങ് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വി സ്റ്റഡീഡ് അബൌട്ട് സെൻറ്റൻസസ്.
Suppose if we would like to change our ideas. So we are Malayalam speaking people. So our ideas is in Malayalam. So we have to change it into English. Not translation, the idea conversion. That's what I mean here. So നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ ഒരു പക്ഷേ അത് നടക്കുന്ന കാര്യമാണ്, നടന്ന കാര്യമാണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് എങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പോസിറ്റീവ് സെൻറ്റൻസ്, എക്സാമ്പിളും പഠിച്ചിരുന്നു. ഓക്കെ, ഇനി അത് നടക്കുന്നില്ലാത്ത, ഭാവി നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളതിന് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പേര് പറഞ്ഞു. ഇനി ചോദ്യങ്ങൾ, 2 തരം ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട് എന്ന് പഠിച്ചു. അതിൽപ്പെട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. സോ ഈവൻ ദ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 2. നമ്മളത് പറഞ്ഞു അല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്കതിന് 2 കാറ്റഗറി ഉണ്ട്. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 2 കാറ്റഗറി ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്, WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. സോ ടോട്ടലി നമുക്ക് 6 വാക്യങ്ങളാണ് ഉള്ളത്. 6 വാക്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേര് അറിഞ്ഞിരിക്കണം. നിങ്ങളെടുത്തൊരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള, അതായത് നിങ്ങൾക്ക് കിട്ടിയ വാക്യം പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ, ഇത്രയും നിങ്ങൾക്ക് സ്വന്തം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനിയും കുറേ ദിവസങ്ങളിൽ നിന്ന് തുടർന്ന് വരും. ഈ ദിവസങ്ങൾ ഉടനീളം നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇംഗ്ലീഷിൽ ഏകദേശം 25 സ്ട്രക്ചറുകളുണ്ട്. ഈ 25 സ്ട്രക്ചറുകളും നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഒരു കാര്യം അധികം പറയാം. പിന്നെ ഉണ്ടപ്പൻ ടെക്നിക്ക് പോലെയുള്ള, ഇപ്പോൾ ഫുള്ള് സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്നിക്കിൻ്റെ കാലമാണല്ലോ അല്ലേ. അപ്പോൾ ഞാനും അതിൻ്റെ ആ ഉണ്ടപ്പൻ ടെക്നിക്ക് പഠിപ്പിക്കേണ്ട സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തൊരു സ്റ്റാഫ് തന്നെയാണ്. സോ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, അത്തരം ടെക്നിക്കുകൾ നമ്മളെ സംബന്ധിച്ച് ഗുണകരമാവില്ല. അത് നല്ലതാണ്, കാരണം ഇംഗ്ലീഷ് കേവലം സംസാരം മാത്രം പഠിക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ടെക്നിക്കുകൾ ഒരുപാട് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബട്ട് നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മൾ പഠിപ്പിക്കുന്നവരാണ്, പഠിക്കുന്നവരല്ല. പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ എല്ലും പതിരും ഒക്കെ അറിഞ്ഞ് പഠിക്കുക തന്നെ വേണം. അപ്പോഴേ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്യം തന്നെ എടുക്കാം അല്ലേ. നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയുന്ന കാര്യം എന്താണ്? ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു. എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചോളുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കുന്നത് എപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗുണം ചെയ്യും. ഐ ലൈക്ക് യു അല്ലേ. അപ്പോൾ അത് പോസിറ്റീവ് സെൻറ്റൻസാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ ഇഷ്ടമാണ്, അതാണ് നിങ്ങളുടെ മദറിനോട് പറയുന്നത് ഐ ലൈക്ക് യു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ പറയും ഐ ഡോണ്ട് ലൈക്ക് യു. ഐ ഡോണ്ട് ലൈക്ക് യു. ഈ വാക്യത്തെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പേര് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഡോണ്ട് എന്നൊരു പുതിയ വേർഡിനെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട്. ഡു എന്ന ഓക്സിലറി വെർബും അതിൻ്റെ കൂടെ നോട്ട് എന്ന വേർഡും പാടെ ചേർന്ന് ചുരുങ്ങി വന്ന രൂപമാണ് ഡോണ്ട്. ഡോൺ. ഐ ഡോണ്ട് ലൈക്ക് യു. ഐ ഡോണ്ട് ലൈക്ക് യു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസും പഠിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ആ കാര്യം ചെയ്യുന്ന ആളുണ്ടാവും. ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നിന്ന് കർത്താവ് എന്നൊക്കെ പറയും. ഞാൻ കൂടുതൽ മലയാളം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. തൽക്കാലം സബ്ജക്റ്റ് മാത്രം ഓർത്താൽ മതി. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് വിഷയം ആണ് എന്ന് ധരിക്കരുത്. അത് എന്താണോ ആക്ഷൻ അത് ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ഓക്കെ, സോ സബ്ജക്റ്റായി വരാൻ സാധ്യതയുള്ള പദങ്ങൾ ഐ വരാം,
നിങ്ങൾ പിന്നെ യു പഠിച്ചു, യു വരാം. ഇനി പഠിക്കാൻ പോകുന്നൊരു വാക്കാണ് ദേ, THEY, ദേ. ദേ എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ അവർ എന്നാണ്. ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ റെയ് എന്നാണ് കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ എൻ്റെ പല്ലും ചുണ്ടൊക്കെ എങ്ങോട്ടാ പോകേണ്ടത് നോക്കിക്കോളൂ. റെയ് അതാണ് ശരിക്ക് ദേ, നമ്മൾ ദേ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉച്ചാരണം. ഓക്കെ. പിന്നെ വി ആണ്, WE, വി. ഓക്കെ. അപ്പോൾ ഈ 4 വാക്കുകൾ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഈ 4 വാക്കുകളും ഇംഗ്ലീഷിൽ പ്ലൂരൽ ആയിട്ടാണ് കരുതപ്പെടുന്നത്. എന്താണ് ഈ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ? ബഹുവചനം. അറിയാലോ അല്ലേ? പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. അപ്പോൾ ഈ 4 വാക്കുകളെയും ഇംഗ്ലീഷിൽ പൊതുവായിട്ട് ബഹുവചനം ആയിട്ടാണ്, പ്ലൂരലായിട്ട് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ വാക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഈ 4 പദങ്ങളിൽ ഏതെങ്കിലും ഒരു പദം, ഏതെങ്കിലും ഒരു വേർഡ് സബ്ജക്റ്റായി വരുന്ന വാക്യങ്ങളിൽ നെഗറ്റീവ് സെൻറ്റൻസ് മുതൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലും. ക്യാമറ ഓണാണല്ലോ. എൻ്റെ ക്യാമറ ഓൺ, ഷഹല, എൻ്റെ ക്യാമറ ഓണാണ്. അവിടെ നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ട്, അതാണ് കേട്ടോ. ഇവിടെ ഞാൻ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? കാണാൻ പറ്റാത്ത ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടോ? അപ്പോൾ പിന്നെ 1-2 ആൾക്ക് മാത്രം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആ ഭാഗങ്ങളിൽ ഉള്ള നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അത് പരിഹരിക്കാനുള്ള മാർഗം, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കാണ്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്യാം. എന്നിട്ടും ആ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലെഫ്റ്റ് അടിച്ചുകാണ്ട് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തുകാണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. അതോടുകൂടി ആ പ്രശ്നം സോൾവ് ചെയ്യപ്പെടും. അതുതന്നെയാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ വന്നാൽ ഉടനെ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് നിങ്ങൾ മനസ്സിലുണ്ടായിക്കോട്ടെ. കാരണം ഇനി നമുക്ക് ഈ ഒരു കൊല്ലം മുഴുവൻ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ കാണാനുള്ളവരാണ്, കേട്ട് മനസ്സിലാക്കാനുള്ളവരാണ് കേട്ടോ. ഓക്കെ. പിന്നെ എന്തായാലും എല്ലാ ക്ലാസ്സുകളും റെക്കോർഡിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഇഷ്ടമുള്ള സമയത്ത് കാണാം. പക്ഷെ ലൈവ് ക്ലാസ് തന്നെ വന്നോളുണ്ട്. എന്ത് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചും ലൈവ് ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യണം. കാരണം ലൈവിലാവുമ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്ഷനാണ്. അപ്പോഴെപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവും. റെക്കോർഡിങ്ങിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനോ അങ്ങോട്ട് പറയാനോ ഉള്ള ഒരു അവസരം ഇല്ലല്ലോ റെക്കോർഡിങ്ങിലാവുമ്പോൾ, അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്യൂസുകൾ, ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ ചില ഇഷ്യൂസൊക്കെ വരാം. ഇപ്പോൾ ജൂണൊക്കെ വരുമ്പോൾ എന്തായാലും കേരളത്തിൽ വർഷകാലം ആരംഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിനെ അത് ബാധിക്കരുത് കേട്ടോ. ഇനി നിങ്ങൾ ഫീലിംഗ് ആവേണ്ട ഏറെക്കുറെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ കൊല്ലം പഠിക്കാനുള്ള സിലബസുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്ലാസ്സുകളും റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ പിന്നെ ഡിക്ലറേഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ ഡോക്ടർ സൈനുൽ ആബിദീൻ സാർ, അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അടുത്ത് തന്നെ വരും. അദ്ദേഹം നിങ്ങൾക്ക് ഡെമോ ക്ലാസ്, ഒരു പിന്നെ ഓറിയന്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒഫീഷ്യലി അദ്ദേഹം പ്രഖ്യാപിക്കും, പറഞ്ഞു തരും കേട്ടോ. നമ്മൾ അതോടുകൂടി നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ ക്ലാസ്സുകളും അതിൽ തന്നെ അവൈലബിൾ ആകുന്ന ഒരു സിസ്റ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ് ഈ ആപ്പ്. അപ്പോൾ ഈ ആപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനല്ല പറയേണ്ടത്, സാർ നിങ്ങളെ ഒഫീഷ്യലായിട്ട് എല്ലാ കാര്യവും അറിയിച്ചു തരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഓരോ മേഖലകളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ സ്റ്റാഫുകളും ഓരോ നമുക്കിപ്പോൾ 5 വിഷയങ്ങൾക്ക് 5 സ്റ്റാഫ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന വിഷയം, നിങ്ങൾക്ക് 5 വിഷയം പഠിക്കാനുള്ളതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. ചൈൽഡ് സൈക്കോളജി എന്ന സബ്ജക്റ്റ് എടുക്കുന്നത് നമ്മുടെ ഡോക്ടർ സൈനുൽ ആബിദീൻ സാറാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അതുപോലെ തന്നെ പിന്നെ പ്രീ പ്രൈമറി തിയറി അല്ലെങ്കിൽ മോണ്ടിസോറി ഫിലോസഫി, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മളെ സ്റ്റാഫ് ടീം റെഡിയാണ്, തയ്യാറായിരിക്കണം. ഇനി ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, തയ്യാറായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഓർത്തുകാണ്ട് പഠിച്ചവനെ ഞാൻ ജോയിൻ ചെയ്ത് എൻ്റെ കാശ് പോവുമോ, കാലാവസ്ഥ എന്നും ക്ലാസ് മുടക്കോ എന്ന് ഓർത്തുകാണ്ട് ഫീലിംഗ് ആവണ്ട. ഓക്കെ. നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടിയാൽ മതി, മൊബൈൽ റേഞ്ച് ഉണ്ടായാൽ മതി കേട്ടോ. അത് ഫുൾ റേഞ്ച് വേണ്ട, ഒരു ഒറ്റ കട്ടെങ്കിലും റേഞ്ച് ഉണ്ടായാൽ മതി. സോ നമുക്ക് ഈ 6 വാക്യങ്ങളിലൂടെ കൃത്യമായി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതിൽ ഞാൻ പറഞ്ഞു തന്നു പ്ലൂറലായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ. ഐ,
ഒരാളെ ഉള്ളൂ, ഞാൻ. പക്ഷെ ആ വാക്ക് ഇംഗ്ലീഷിൽ പ്ലൂരലാണ്. ഐ എന്ന വേർഡ് ഒരാൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ആ വേർഡ് ഇംഗ്ലീഷിൽ എന്താണ്? പ്ലൂരലാണ്. അത് മനസ്സിലാക്കി പറ്റുള്ളൂ. എന്താണ് ഐ പ്ലൂരൽ ആവാനുള്ള കാരണം? അല്ലേ, ഐ ഒരാളല്ലേ ഉള്ളൂ. എന്താ സായിപ്പിന് മണ്ടല്ലേ? അല്ലേ, ഐ എന്ന വേർഡ് പ്ലൂരലാണ് ഇംഗ്ലീഷിൽ, ബഹുവചനമാണ്. സാധാരണ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോഴല്ലേ ബഹുവചനം ഉണ്ടാവുക, അല്ലേ? പക്ഷെ ഐ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അതെങ്ങനെ ബഹുവചനാവുക? അതെങ്ങനെ പ്ലൂരലാവുക? അത് സിംഗുലർ ആവേണ്ടതല്ലേ? എന്താ സായിപ്പിന് ബുദ്ധിയില്ലേ? സായിപ്പിന് മണ്ടല്ലേ? എന്താ കാരണം? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഒന്ന് ഓർത്ത് നോക്കി, എന്താവും കാരണം? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ എല്ലാവരും മറുപടി ടൈപ്പ് ചെയ്ത് അയക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് പറയെങ്കിലും വേണം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ഒരാൾ നമ്മോട് പറഞ്ഞു, വേറൊരാൾ അമ്മയോടെന്ന് പറഞ്ഞു. ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരോടാണ്? നമ്മളോട് തന്നെ എന്ന് പറഞ്ഞു. ഇനിയും മൈസെൽഫ് ആണ് വരുന്നത്. ഇനിയും എല്ലാവരും ആൻസർ പറയും. മൈസെൽഫാണ്. ഭൂരിപക്ഷം ആൻസർ മൈസെൽഫ് തന്നെയാണോ? എന്തായാലും ഈ മൈസെൽഫ് എന്ന് പറഞ്ഞതേ പിന്നെ ഹസ്ബൻഡ് കേൾക്കണ്ട. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഐഫോൺ കിട്ടൂല കേട്ടാ. ഓക്കെ, മറ്റെന്തെങ്കിലും പറഞ്ഞാണ്ട് അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് വേണമെങ്കിൽ ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കാമായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് വേറെ ആരോടുമല്ല, നമ്മോട് തന്നെയാണ്. ഇത് നമ്മൾ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മളെ കൂട്ടുകാരോട് പറയും, എടി ഷാഹിന, നിന്റെ ആ കളി ഞമ്മളോട് വേണ്ടട്ടാ. അല്ലെ, നമ്മളെന്നും പറയും, ഞമ്മളോട് വേണ്ടട്ടാ. ഇത് ഞമ്മളെന്ന് പറയുന്നത് കാരണം ഒരാളല്ലേ ഉള്ളൂ അവിടെ. അപ്പം നമ്മൾ പോലും നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് പ്ലൂരലാക്കിയിട്ടാണ് പറയേണ്ടത്. ഇപ്പോൾ സാഹിബിൻ്റെ ബുദ്ധി നിങ്ങൾ തിരിഞ്ഞു വരുന്നുണ്ടാവും, അല്ലേ? ബഹുമാന പുരസ്കരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഐ. അതുകൊണ്ടാണ് ഐ എന്ന വേർഡ് ഇംഗ്ലീഷിൽ പ്ലൂരലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. യു എന്ന വേർഡിൻ്റെ കേസും ഇതന്നെയാണ്. നേരെ മുമ്പിലുള്ള ആളെ എപ്പോഴും ബഹുമാനിക്കുന്ന ആളുകളാണ് ഇംഗ്ലീഷുകാർ. അതുകൊണ്ട് യു എന്ന വേർഡും ഇംഗ്ലീഷിൽ പ്ലൂരലാണ്. യു എന്ന വേർഡിന് ഒരിക്കലും നിങ്ങൾ നീ എന്ന അർത്ഥം പറയരുത്. നീ എന്ന അർത്ഥം പറയുമ്പോൾ മലയാളത്തിൽ ബഹുമാനത്തോടു കൂടി ഉപയോഗിക്കുന്ന വാക്കല്ല. നിങ്ങളെന്ന് പറയുമ്പോഴേ ബഹുമാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് യു എന്ന വേർഡിൻ്റെ കറക്റ്റ് അർത്ഥം നമ്മൾ സംസ്കാരം കൂടി നോക്കിയിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ യു എന്ന വേർഡിൻ്റെ കറക്റ്റ് അർത്ഥം നിങ്ങൾ എന്നാണ്. മനസ്സിലായല്ലോ? സോ ഐ യു ഈ രണ്ട് വേർഡും പ്ലൂരലാവാനുള്ള കാരണം മനസ്സിലായി. പിന്നെ ദേ എന്ന് പറഞ്ഞാൽ അവർ, എന്തായാലും മോർ ദാൻ വൺ പേഴ്സൺ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതുകൊണ്ട് അതും പിന്നെ പ്ലൂരലാണ്. പിന്നെ കഴിഞ്ഞില്ല. പിന്നെ അടുത്ത് നിങ്ങൾ നോക്കൂ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. ഞങ്ങൾ, WE ആണ് സ്പെല്ലിങ്. ആ വേർഡും ഇംഗ്ലീഷിൽ പ്ലൂരലാണ്. ഓക്കെ, അപ്പോൾ ഈ വാക്കിലൊക്കെ ചേർത്ത് നമുക്ക് വാക്യത്തിന് നടത്താൻ പറ്റും. ഇപ്പോൾ ഐ പ്ലേ ഗിറ്റാർ. ഈ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്ന അർത്ഥത്തിനപ്പുറത്തേക്ക് വായിക്കാന്ന് കൂടി അർത്ഥമുണ്ട്. സാധാരണ സംഗീതോപകരണങ്ങൾ വായിക്കുന്നതിന് പ്ലേ എന്നാണ് പറയുക. ഐ പ്ലേ ഗിറ്റാർ, യു പ്ലേ ഗിറ്റാർ, they പ്ലേ ഗിറ്റാർ, we പ്ലേ ഗിറ്റാർ. ഈ പറഞ്ഞൊക്കെ പോസിറ്റീവായുള്ള സെൻറ്റൻസ് ആണ്. ഇതൊക്കെ നെഗറ്റീവ് നിങ്ങൾക്ക് പറയാൻ കഴിയൂലേ? എങ്ങനെ നെഗറ്റീവ് പറയാം? ഐ ഡോണ്ട് പ്ലേ ഗിറ്റാർ, യു ഡോണ്ട് പ്ലേ ഗിറ്റാർ, they don't play guitar, we don't play guitar. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പ്ലൂരൽ ആണെങ്കിൽ എപ്പോഴും ഡു, നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഡു നോട്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഡു നോട്ട് ചുരുങ്ങിയാൽ ഡോണ്ട് എന്നാണ് പറയുക. ഇതിന് നമ്മൾ എന്താ പറയുക, കോൺട്രാക്റ്റ് ഫോം എന്നൊക്കെയാണ് പറയുക ഇംഗ്ലീഷിൽ. ചുരുങ്ങിയ ഫോം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ്? ഡു യു പ്ലേ ഗിറ്റാർ? നിങ്ങൾ ഗിറ്റാർ വായിക്കുമോ? ഡു യു പ്ലേ ഗിറ്റാർ? ഡു ഐ പ്ലേ ഗിറ്റാർ? ഞാൻ ഗിറ്റാർ വായിക്കുമോ? അതൊരു അർത്ഥപൂർണമായ ചോദ്യം അല്ലാത്തത് കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ്, ഡു ദേ പ്ലേ ഗിറ്റാർ? അവർ ഗിറ്റാർ വായിക്കുമോ? ഡു വി പ്ലേ ഗിറ്റാർ?
നമ്മൾ ഗിറ്റാർ വായിക്കുമോ? കേട്ടോ, ഇങ്ങനെ നമുക്ക് അർത്ഥപൂർണമായ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഫോർത്ത് വാക്യം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കും. നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ആ വാക്യത്തിൻ്റെയും നമുക്ക് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയാൻ പറ്റും. എങ്ങനെ? ഡോണ്ട് ഐ പ്ലേ ഗിറ്റാർ, ഞാൻ ഗിറ്റാർ വായിക്കൂലേ. ഡോണ്ട് യു പ്ലേ ഗിറ്റാർ, നിങ്ങൾ ഗിറ്റാർ വായിക്കൂലേ. ഡോണ്ട് ദേ പ്ലേ ഗിറ്റാർ, അവർ ഗിറ്റാർ വായിക്കൂലേ. ഡോണ്ട് വി പ്ലേ ഗിറ്റാർ, നമ്മൾ ഗിറ്റാർ വായിക്കൂലേ. ഓക്കെ, ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തത് നമുക്കറിയാം പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ്. ഈ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനും ഇംഗ്ലീഷിൽ നല്ല ഈസിയാണ്, വളരെ ഈസി ഉള്ള കാര്യമാണ്. നമ്മളത് ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. എങ്ങനെ ഉണ്ടാക്കാം അല്ലേ? വൈ കൊടുത്തുണ്ടാക്കുകയാണെങ്കിൽ വൈ ഡു യു പ്ലേ ഗിറ്റാർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഗിറ്റാർ വായിക്കാം. അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ നമുക്ക് വെൻ ഉപയോഗിക്കാം. വെൻ ഡു യു പ്ലേ ഗിറ്റാർ. ഈ ഡു യു പ്ലേ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എന്താ പറയുക, വൈ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ കിട്ടും. മനസ്സിലായില്ല? പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ആരംഭത്തിൽ അല്ലാതെ ഇടി വരുന്നുണ്ടെങ്കിൽ പിന്നെ അനന്യ അല്ലേ ക്ലാസ് ഒന്ന് റിമൂവ് ചെയ്തോളട്ടെ. റെക്കോർഡിങ് റെഡിയാണ്. കാരണം ഈ കാലാവസ്ഥ മോശമാകുമ്പോഴേ നല്ലതല്ല. സാധാരണ ഇടിമിന്നല് പിന്നെ ഇടിമിന്നല് ഓക്കെ പിന്നെ ഇടിമിന്നല് സാധാരണ നമ്മളെ ഫോണിനെ ബാധിക്കൂലെന്ന് പറയുക. പക്ഷെ ആ കാര്യം ഇടിമിന്നലിന് അറിയില്ല, നമുക്കേ അറിയുള്ളൂ കേട്ടോ അല്ലേ. അങ്ങനെയാണ്. അതുകൊണ്ട് ഇടിമിന്നലിന് അങ്ങനെ ഏതെങ്കിലും ഉപകരണത്തെ ബാധിക്കൂല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. എവിടെ എർത്ത് ചെയ്യാൻ പറ്റുമോ അവിടെ മുപ്പര് എർത്ത് ചെയ്യും. മനസ്സിലായില്ലേ? എർത്തിങ്ങാണ് നടക്കേണ്ടത്. അപ്പോൾ എർത്ത് ചെയ്യുന്നത് നമ്മിലൂടെ ആണെങ്കിൽ നമ്മളെ കാര്യം കഷ്ടകാരാണ്. ഓക്കെ കേട്ടോ, അവിടെ പറഞ്ഞത് മാത്രം. ഇതൊക്കെ ടീച്ചർമാർ അറിയേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ. വെൻ ഡു യു പ്ലേ ഗിറ്റാർ, നിങ്ങൾ എപ്പോഴാണ് ഗിറ്റാർ വായിക്കുക അല്ലേ ചോദിക്കാം നമുക്ക്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഗിറ്റാർ വായിക്കുക? ഹൗ ഡു യു പ്ലേ ഗിറ്റാർ. ഹൗ ഡു യു പ്ലേ ഗിറ്റാർ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്കൊരു ചെറിയ പണി ഞാൻ തരാൻ പോവുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പണി തന്നെയാണ്. ഇംഗ്ലീഷ് ആത്മാർത്ഥമായി സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിരിക്കണം. വെറുതെ ശ്രമിച്ചാൽ പോരാ, ശ്രമിക്കേണ്ട രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. അതെങ്ങനെയാണ് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു മെത്തേഡിനെ യൂസ് ചെയ്യേണ്ടത്. മെത്തേഡ് ഇത്ര സിമ്പിളാണ്. എന്ത്? മൗത്ത് ജിംനാസ്റ്റിക്സ്. എന്താ പറയുക? മൗത്ത് ജിംനാസ്റ്റിക്സ്. ആ ടേം കേട്ട മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളെ വായക്ക് പണി കൊടുക്കുക. ഉറക്കെ പറയല്ല, പതുക്കെ പറഞ്ഞാൽ മതി. ബെഡ്റൂമിൽ പോയിരിക്കേണ്ട സമയത്ത് അവിടെ നമ്മൾ ഒരുപാട് സമയങ്ങൾ ഫ്രീ ആയിട്ട് ചിലവഴിക്കുന്നില്ലേ, ഒരു 10 മിനിറ്റെങ്കിലും മൗത്ത് ജിംനാസ്റ്റിക്സിന് വേണ്ടി മാറ്റി വെക്കുക. ആ ദിവസം ഒരു നേരം മാറ്റി വെച്ചാൽ നല്ലതാണ്. ദിവസം 2 നേരം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ദിവസം 3 നേരം ചെയ്യുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ടീച്ചർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ആഴത്തിൽ പഠിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 6 വാക്യങ്ങൾ പറഞ്ഞ് പരിശീലിക്കുക. ഒരു വാക്യം സ്വന്തമായി മനസ്സിൽ കരുതുക. എങ്ങനെ? ഇപ്പോൾ ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് എന്താ വരിക? ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കുന്നില്ല, കുടിക്കാറില്ല. ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? നിങ്ങൾ ചായ കുടിക്കുന്നോ? ഡോൺ യു ഡ്രിങ്ക് ടീ, നിങ്ങൾ ചായ കുടിക്കാറില്ലേ, നിങ്ങൾ ചായ കുടിക്കുന്നില്ലേ. ഓക്കെ, ദെൻ വെൻ ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്? വെൻ ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്? മനസ്സിലായോ? ഇങ്ങനെ. അല്ലെങ്കിൽ ഹൗ ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ എങ്ങനെയാണ് ചായ കുടിക്കുന്നത്? ഓക്കെ, ആൻഡ് വെൻ ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്?
ഇങ്ങനെ നമുക്ക് അർത്ഥപൂർണമായ ചോദ്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡിലൂടെ കഴിയും. ഇതൊരു മൗത്ത് ജിംനാസ്റ്റിക്സ് ആയിട്ട് എല്ലാവരും ഈ 6 വാക്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഡു വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അതായത് ഐ വന്നാലും ഡു ആണ് വരിക, യു വന്നാലും ഡു ആണ് വരിക, ദേ വന്നാലും ഡു ആണ് വരിക, വി വന്നാലും ഡു ആണ് വരിക. ആദ്യ വാക്യം പോസിറ്റീവ് സെന്റൻസ് ആണ്, അതിൽ ഡു ഉണ്ടാവില്ല. രണ്ടാമത്തെ വാക്യം മുതലാണ് ഡു വരിക, അല്ലേ? നമുക്കതറിയാം, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ ഈ നോ വേ, എൻ്റെ അഭിപ്രായത്തിന് യാതൊരു കാരണവശാലും കുറയ്ക്കരുത്. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് അറിയുന്ന അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. ഇത് ആദ്യം നിങ്ങളെ മനസ്സിനെ നിങ്ങൾ വിശ്വസിപ്പിക്കണം. ഇത് നടക്കുന്ന കാര്യമാണ്, ഇത് വിജയിക്കുന്ന കാര്യമാണ്. ഒരുങ്ങിയാൽ ഇതിൽ വിജയം കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരുങ്ങണമെന്ന് മാത്രമുള്ള ആൾ. ഓക്കെ, അല്ലാതെ ഞാൻ കഴിഞ്ഞ കുറേ കാലമായി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നോക്കണം, എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ മനസ്സിനെ തന്നെ നിങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൂടുതൽ പ്രയാസമാകും. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഞാൻ കുറേ വർഷങ്ങളായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫീൽഡിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പിന്നെ ഓഫ്ലൈനായിട്ട് വല്ലാതെ ഇല്ല, ഇപ്പോൾ ഓൺലൈനായിട്ടേ ഉള്ളൂ. ഏകദേശം ഒത്തിരി വർഷമായിട്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 മുതലൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫീൽഡിലുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് ഒരുപാട് അറിയാത്ത, ഇപ്പോൾ നമ്മൾ നടത്തുന്ന ബാച്ചുകളിലൊക്കെ തന്നെ ഒരുപാട് ലേഡീസ് വരും. ഈ ലേഡീസിന് ചിലപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് വലിയ കണക്ഷനും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് 5-10 കൊല്ലമായിട്ട് ഇങ്ങനെ പഠനമൊന്നും ഇല്ലാതെ ചിലവഴിച്ച് പിന്നെ മോണ്ടിസോറിയോ പ്രീ പ്രൈമറിയോ അതല്ലെങ്കിൽ പിന്നെ NIOS +2 ഒക്കെ എഴുതുന്ന ആളുകളാണ് വരാറുള്ളത്. അവന്മാരോട് പറയും ചെയ്യും, സാറേ കാര്യങ്ങൾ വളരെ കഷ്ടകാലമാണ്, ഇംഗ്ലീഷിൻ്റെ കാര്യം വലിയ പ്രയാസമാണ്, എന്താ ചെയ്യാന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, അങ്ങനെ പഠിച്ച് കഴിഞ്ഞ ആളുകൾ ഒത്തിരിയാണ്. 3 ആഴ്ച കൊണ്ടൊക്കെ ഇംഗ്ലീഷ് നന്നായി സംസാരിച്ചവരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഐഡിയ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിച്ചവരുണ്ട്. ഓക്കെ, എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഡോക്ടറുടെ വൈഫ് ഉണ്ടായിരുന്നു, കുറേ കാലം മുമ്പാട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016-ലോ 17-ലൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ തന്നെ എന്നും അവരെ പിക്ക് ചെയ്യില്ല. ക്ലാസ് രാവിലെ 6:30 ആയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്ക് തന്നെ ഒക്കെ ഫ്രഷ് ആയിക്കാണ്ട് ക്ലാസ്സിന് പോകും. 6:30 മുതൽ അവർ വരും. ഡോക്ടർ കൃത്യമായിട്ട് 6:30 തന്നെ എത്തും. എൻ്റെ നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞു, ഒന്നും അറിയില്ല. ഒന്നാമത് ഡിഗ്രി വരെയൊക്കെ പഠിച്ച ആളാണെങ്കിലും അവർക്ക് പിന്നെ ഹൗസ് വൈഫ് ആയപ്പോൾ പിന്നെ മറ്റൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, പിന്നെ താല്പര്യവും കുറവായിരുന്നു. ഇപ്പം ഞാൻ കുറേ പറഞ്ഞ് അവർ ഡിഗ്രിയൊക്കെ ചെയ്ത് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് B.Edന് പോകണം താല്പര്യമുണ്ട്. പക്ഷേ B.Edന് പോകുമ്പോൾ ലാംഗ്വേജ് വേണമല്ലോ സാറേ. അപ്പം അതിനാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ പിന്നെ രാത്രിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരില്ലേ. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പക്ഷേ സാർ ഒരു ഗ്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സംസാരിപ്പിച്ചോളാം. കാരണം മുപ്പര് ഡോക്ടർ പിന്നെ MBBS MD ആണ്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം എന്ത് ചെയ്തു, ആ ലേഡി 3 ആഴ്ച കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങി. ഡോക്ടറുടെ ഒരു നല്ല സപ്പോർട്ടും കൂടി ഉണ്ട് വീട്ടിൽ നിന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ സപ്പോർട്ട് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ തന്നെ പിന്നെ അസനോട് പോയി ഇക്ക നിങ്ങളോട് ഇംഗ്ലീഷ് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് തിരക്കൂടണ്ട. പിന്നെ അസന്മാർ എനിക്ക് ഫോൺ ചെയ്ത് കണ്ട് പറയും നിങ്ങൾ ഭാരം വെച്ച് മാഷേ അറിയും. ഓക്കെ കേട്ടോ, അപ്പോൾ അത് വേണ്ട. പക്ഷേ നമ്മൾ ഈ മൗത്ത് ജിംനാസ്റ്റിക്സ് നന്നായി ചെയ്താൽ മതി. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഉറപ്പിച്ചോളൂ, 100% ഉറപ്പിച്ചോളൂ, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ ബെഡിൽ ഇരിക്കൂലേ, ആ ഇരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം നിങ്ങൾ പറയാം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അത് ഇംഗ്ലീഷ് എന്ന വിചാരം മാത്രം സമയത്ത് മനസ്സിലുണ്ടാകാവൂ. അല്ലാതെ പിന്നെ അപ്പുറത്തുനിന്ന് നാത്തൂന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ അവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പറയരുത്. മിക്കവാറും ഇംഗ്ലീഷ് ആവില്ല സംസാരിക്കരുത്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ.
നല്ല കോൺസെൻട്രേഷനോടുകൂടി നിങ്ങളൊരു ഇതാണ്ട് പറഞ്ഞോടി എല്ലാ ദിവസവും പതുക്കെ പറഞ്ഞാൽ മതി, വേറെ കേൾക്കണ്ട. ഓക്കെ, എന്നു രാവിലെ ഇനി മക്കളും ഹസ്ബൻഡും കേൾക്കുകയാണെങ്കിൽ അവരോട് കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സാറ് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇത് ചെയ്യും നിങ്ങൾ. ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിൻ്റെ പല കോണിലും എന്തൊക്കെ കുറേ മാറാലകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് കണ്ട് വരട്ടെ. മനസ്സിലായില്ലേ? ഇന്നെ ചൂരൊക്കെ എടുത്തുകൊണ്ട് മൂക്കിലൂടെ കുത്താൻ വേണ്ടി പോകണ്ട. അങ്ങനെ കുത്തിയാലൊന്നും മാറാല പോരൂല. മാറാല പോരാൻ ഈ ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂട്ട. നമുക്കത് നമ്മുടെ മനസ്സിനെ ധൈര്യപൂർണ്ണമാക്കണം. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും കാരണം ഈ മനസ്സാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ സൈക്കോളജി പഠിപ്പിക്കാറില്ല, ട്രീറ്റ്മെൻറ്റും ചെയ്യാറില്ല കേട്ടോ. സൈക്കോളജിസ്റ്റാണ്. അതിൽ ആധികാരികമായ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സൈക്കോളജിസ്റ്റാണ്. പക്ഷേ സൈക്കോളജി നന്നായി പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചത് കൂടുതലും സൈക്കോളജിയിൽ പാരസൈക്കോളജിയാണ്. ഞാൻ പറയുന്നില്ല, പാരസൈക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ പ്രേത മനഃശാസ്ത്രമാണ് കേട്ടോ. ആണ് കൂടുതൽ ഡീപ്പായി പഠിച്ചത്. ഓക്കെ, നോട്ട്സൊക്കെ എഴുതി വെച്ചിരുന്നു, ബുക്ക് ചെയ്തിട്ടില്ല. എഴുതിയിരിക്കുന്ന സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചൈൽഡ് സൈക്കോളജി ഞാൻ എഴുതിയതാണ്. അതേ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ബുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഒരു കാര്യം ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം, സമയം കളയല്ല. നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. ബോംബെയിൽ ഇപ്പോഴത്തെ മുംബൈ, പഴയ കാലത്ത് ബോംബെ, ഞാൻ ബോംബെ എന്ന് പറയാൻ കാരണം ബോംബെ എന്ന പേരിൽ അന്ന് അവിടെ സംഭവിച്ചൊരു കാര്യമാണ്. ബോംബെ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശം, ഈ പ്രാന്തപ്രദേശം എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർ പ്രദേശമൊന്നുമല്ല. ഈ ബോംബെ നഗരത്തിൻ്റെ ഉള്ളോട്ട് മാറി 40-50 കിലോമീറ്റർ ഉള്ളോട്ട് മാറിയുള്ള ഒരു റിമോട്ട് വില്ലേജാണ് നമ്മുടെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം. ഒഴിഞ്ഞ ആളുകൾ കൂടുതൽ ഇടതിങ്ങി താമസിക്കാത്ത, അങ്ങിങ്ങായി മാത്രം ഏതാനും വീടുകൾ കണ്ടുവരുന്ന ഒരു ഏരിയയാണ്, ജനസാന്ദ്രത കുറഞ്ഞ ഏരിയയാണ്. ഓക്കെ, അവിടെ ഒരു സ്ത്രീ, അവരുടെ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് പോയതാണ്. അവർക്ക് 6-7 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ആസ്മയുടെ രോഗം വല്ലാതെ ഉണ്ട്. ട്രീറ്റ്മെൻറ്റും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ഈ തണുപ്പ് വരുന്ന മാസങ്ങളിൽ കുട്ടി കുറേ പ്രയാസപ്പെടും. ഓക്കെ, ഒരു കൊല്ലം തണുപ്പ് വല്ലാതെ പിന്നെ അധികരിച്ച സമയത്ത് അവർ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഞാൻ മെഡിസിൻ കുറിച്ച് തരാം, പക്ഷേ തണുപ്പിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നിങ്ങളുടെ കുട്ടിക്ക് അവസ്ഥ മോശമായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ആസ്മ ഒരു രോഗമല്ല, ദേഹത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇവിടെ ICUയിൽ കൊടുന്ന് അഡ്മിറ്റ് ചെയ്തോളൂ. എന്താ പറയുക, RCU, റെസ്പിറേഷൻ ICU. ഓക്കെ, RCUയിൽ കൊടുത്ത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ സ്ത്രീ ആവട്ടെ താമസിക്കുന്നത് ഞാൻ പറഞ്ഞു റിമോട്ട് ഏരിയയിലാണ്. അവരിപ്പോൾ ഈ കുട്ടിയെ കാണിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം, നഗരത്തിൻ്റെ അടുത്തേക്ക് വരണം. ഓക്കെ, ഈ വരുന്ന വഴിയിൽ ഒഴിഞ്ഞ പറമ്പുകളുണ്ട്. ആ പറമ്പിൽ ഒരു പറമ്പ് എന്ന് പറയുന്നത് ശ്മശാനാണ്, സെമിത്തേരിയാണ്. ഞാൻ പേടിപ്പിക്കേണ്ട കഥ പറയല്ല കേട്ടോ, സെമിത്തേരിയാണ്. ഈ സ്ത്രീ നമ്മളൊക്കെ പോലെയുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രേത കഥകളും മറ്റൊക്കെ ഒരുപാട് സിനിമയിലൂടെ കണ്ടും ബുക്കിലൂടെ വായിച്ചും ഒരുപാട് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 26-ാം തീയതി അതിശക്തമായ തണുപ്പ്. മുംബൈയിൽ പോയവർക്ക് അറിയാം, ഡിസംബറിലൊക്കെ മുംബൈയിൽ അപാര തണുപ്പാണ് ഈ കാലം. ശക്തമായ തണുപ്പിൽ തൻ്റെ കുഞ്ഞിന് രാത്രി 12 മണി തൊട്ട സമയം തൻ്റെ കുഞ്ഞിന് ശ്വാസമുട്ടൽ കൂടുകയും ശ്വാസമെടുക്കാൻ കുഞ്ഞ് ഒരുപാട് പ്രയാസപ്പെടുന്ന അവസ്ഥയും കണ്ടപ്പോൾ അവർ കുട്ടിയെയും തോളിലിട്ടുകൊണ്ട് അവർ ഈ റോട്ടിലേക്ക് ഇറങ്ങാണ്. അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടിയ, തൊട്ടടുത്തുനിന്ന് വണ്ടിയോ സൗകര്യമൊന്നുമില്ല. അവർക്ക് തൊട്ടടുത്ത്, അവർക്ക് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് 2-3 കിലോമീറ്റർ നടന്നു വരണം. പക്ഷെ അവർക്ക് ഈ ശ്മശാനം മുറിച്ച് കടന്നാൽ, ഈ ശ്മശാനമായിരിക്കുന്ന പറമ്പ് മുറിച്ച് കടന്നാൽ ഏകദേശം ഒരു 3/4 കിലോമീറ്റർ മാത്രം നടന്നാൽ മതി അവർക്ക് ഈ രാത്രി അവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ആ രാത്രി 12 മണിക്ക് ജീവനോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെയും തോളിലേറ്റിക്കൊണ്ട് ആ സ്ത്രീ വളഞ്ഞ് റോഡിലൂടെയാണോ ആ സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് വരിക, അതോ പേടിയുള്ള ആ സ്ത്രീ തന്നെ ശ്മശാനത്തിലൂടെ മുറിച്ച് കടന്നുകൊണ്ടാണോ ആ ഹോസ്പിറ്റലിലേക്ക് വരിക? നിങ്ങൾ പറഞ്ഞു ഉത്തരം. എങ്ങനെയാവും ആ സ്ത്രീ വരിക?
ഓക്കെ ഓക്കെ, ശ്മശാനത്തിലൂടെ. ഹാജറിനില്ല. ആ ആ ആ ഹാജർ ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവരെ പേടി എങ്ങോട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. അവരെ മനസ്സിൽ അപ്പോഴുള്ളത് പ്രേതത്തിനോടുള്ള പേടിയല്ല. ഇനി പ്രേതം നമ്മളെ കെ നീലി തന്നെ, കെ നീലി ചേച്ചി, കെ എന്ന് പറഞ്ഞ ഇനീഷ്യൽ പറഞ്ഞ കേട്ടോ, കെ നീലി ചേച്ചി തന്നെ, കല്ലിങ്കാട്ട് നീലിയുള്ള ചുരുക്കാണ് കെ നീലി. അപ്പൊ കെ നീലി ചേച്ചി തന്നെ ഫുൾ മേക്കപ്പിൽ അവരെ മുമ്പിൽ നിന്നാൽ പോലും അവര് അല്ലേ തന്റെ കണങ്കാല് കൊണ്ട് ഒരു പക്ഷേ ആ പ്രേതത്തെ ചവിടി തെറിപ്പിക്കും. അത്രയും ധൈര്യം അവർക്കുണ്ട്. കാരണം ഇപ്പൊ അവർക്ക് ഒറ്റ വിചാരമുള്ളൂ, തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അത് നിലനിർത്താൻ വേണ്ടി എന്ത് കാര്യം ചെയ്യാനും ആ സ്ത്രീ, എന്ത് ഭീകരമായ അവസ്ഥയെ നേരിടാനും ആ സ്ത്രീ തയ്യാറാണ്. അതൊരു അമ്മയാണ്. പിന്നെ അമ്മയുടെ മൂല്യം അതാണ്. ഓക്കെ, ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഇതുണ്ടായ സംഭവമാണ് കേട്ടോ. ബോംബെയിൽ ബോംബെ എന്ന് വിളിക്കപ്പെടുന്ന കാലത്തുണ്ടായ സംഭവമായിരുന്നു ഞാൻ ബോംബെ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ മുംബൈയിലല്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ സംഭവം നമ്മളെ സംബന്ധിച്ചൊരു വഴികാട്ടിയാണ്. കാരണം ധൈര്യത്തോടു കൂടി നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കണം. എനിക്ക് ഈ ഭാഷയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമാണ്. ഞാൻ ആ കാലത്ത് ട്രൈ ചെയ്തില്ല. അന്ന് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികൾ പറഞ്ഞു കേട്ട് ഞാൻ എന്താ പറയുക വെറുതെ സമയം നശിപ്പിച്ച് കളഞ്ഞു. ഇന്ന് എനിക്കിത് സാധിക്കണം, കഴിയണം, ചെയ്തേ പറ്റൂ എന്നൊരു തോന്നല്, എന്നൊരു വിചാരം നിങ്ങളെ മനസ്സിനോട് തന്നെ പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട. യു വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം ഡാം ആൻഡ് ഷുവർ അബൌട്ട് ഇറ്റ്. എനിക്കത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി എല്ലാവരും ചെയ്യുക. പിന്മാറരുത്, അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ കാര്യത്തിൽ നിന്ന് പിന്മാറരുത്. പിന്മാറുമ്പോൾ നമ്മൾ ഭീരുവാകുകയാണ്. ഒരു ഭീരുവിന് പരാജയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവില്ല. കാരണം വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വിജയത്തിന് വേണ്ടി ഒരുങ്ങണം. ഭീരുക്കൾ വിജയത്തിന് വേണ്ടി ഒരുങ്ങൂല. കാരണം ഭീരുക്കൾ വിജയം നേടാൻ വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറല്ല. കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. സത്യതാണ് അല്ലേ? കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. കഷ്ടപ്പാട് തരുന്നത് ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മളെ മനസ്സിന് വിജയത്തെ കൈവരിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന പരീക്ഷണമാണ്. നമ്മൾ അതിനതിജീവിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. ഇന്ന് മുതൽ മൗത്ത് ജിംനാസ്റ്റിക്സ്. ഒരു വാക്യം ആദ്യം അമ്മയോട് പറയുന്ന വാക്യം തന്നെ പഠിച്ചോളൂ. ഐ ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു, ഡു യു ലൈക്ക് മീ, ഡോണ്ട് യു ലൈക്ക് മീ, വൈ ഡു യു ലൈക്ക് മീ, നിങ്ങൾ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്, വൈ ഡോണ്ട് യു ലൈക്ക് മീ, നിങ്ങൾ എന്തുകൊണ്ടാ എന്നെ ഇഷ്ടപ്പെടാത്തത്. ഞാൻ 6 വാക്യവും പറഞ്ഞു. സംഭവം ക്ലിയർ ആയല്ലോ? റെഡി ആയല്ലോ? സംഭവം റെഡി ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പണികൾ കൂടി വരും കേട്ടോ. എല്ലാവർക്കും പിന്നെ 16ൻ്റെ പണിയൊന്നും ബുദ്ധിമുട്ടിക്കുകയല്ല. നമ്മൾ ടീച്ചേഴ്സാണ്, ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്യാണ്ടാവും. നമ്മൾ അടുത്ത ടാസ്കിൻ്റെ പേരാണ് ഐസ് ബ്രേക്കിംഗ്. ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് നാളെ ടൗണിൽ പോയിട്ട് ഐസിൻ്റെ ബ്ലോക്കൊന്നും വാങ്ങാൻ നിൽക്കണ്ട, ഇനി കത്തിയിട്ട് അത് മുറിക്കാനും നിൽക്കണ്ട. അത്ര ഐസ് ബ്രേക്കിംഗ് അല്ല നമ്മൾ ഐസ് ബ്രേക്കിംഗ്. നമ്മുടെ മനസ്സിങ്ങനെ മരവിച്ച് കിടക്കുകയാണ്. ആ മനസ്സിനെ നമ്മൾ അങ്ങോട്ട് ഐസ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ മുതൽ ഒരാഴ്ച സമയമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. പരമാവധി നമ്മുടെ ഗ്ലോസറി, സ്റ്റേഷനറിൻ്റെ ബാക്കിയല്ല ഗ്ലോസറി കേട്ടോ. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഇവിടെ ബാങ്ക് കൊടുത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐസ് ബ്രേക്കിംഗ് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ തല മുതൽ കാലടി വരെയുള്ള ശരീരഭാഗങ്ങളുണ്ട്. ആ ശരീരഭാഗങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് പേരുകൾ. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ഹെഡ്, ഇത് ഹെയറാണ്, ഇത് ഫോർഹെഡാണ്, ഫോർഹെഡ് അല്ലേ. ഇത് എന്താണ്? ഇത് ഐബ്രോ ആണ്, ഐബ്രോ. ഞാൻ താഴേക്ക് ഐ ബോൾ ഉണ്ട്, ഐ ലാഷ് ഉണ്ട്. ഐ ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺപോളയാണ്. ഈ ഐ ലാഷ് എന്ന് പറഞ്ഞാൽ കൺപീലിയാണ്. താഴേക്ക് ചീക്കുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷിലുള്ള പേരുകൾ പഠിക്കുക എന്നുള്ളതാണ്. എഴുതുക, മാക്സിമം കണ്ടെത്തുക. നമ്മുടെ മുമ്പിൽ ഗൂഗിൾ ഉണ്ട്,
പിന്നെ ടോക്കിംഗ് ഡിക്ഷണറി ഉണ്ട്, മലയാളം ഓളം ഡിക്ഷണറി പോലെയുള്ള ഡിക്ഷണറികളുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വേർഡ്സുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഐസ് ബ്രേക്കിംഗ്. അതുപോലെ ബോഡി പാർട്സ് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ദിവസം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ചെയ്യാനുള്ളത് വെജിറ്റബിൾസ് നെയിമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയുണ്ടോ, അത് നമ്മൾ കഴിക്കുന്നതിനാവണമെന്നില്ല, നമുക്കറിയാവുന്ന മലയാളത്തിലുള്ള വെജിറ്റബിൾസിനൊക്കെ ഇംഗ്ലീഷ് പേരുകൾ. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് പേരുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. അതാണ് ഐസ് ബ്രേക്കിംഗ്. അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ നമ്മളെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വെർബുകൾ, ഗോ പോവുക, കം വരിക, ബ്രിങ് കൊണ്ടുവരിക, ഫെച്ച് കൊണ്ടുവരിക, റൈറ്റ് എഴുതുക, ബ്ലോ ഊതുക, ഗ്രോ വളരുക, ഫ്ലോ ഒഴുകുക, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഇംഗ്ലീഷ് വെർബുകളുണ്ട്. അതും കൂടി നമ്മൾ പഠിക്കും. അതോടുകൂടി പദസമ്പത്ത് എന്ന് വേർഡ് പവർ എന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട എഴുത്ത് ടാസ്ക് അതാണ്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ബോഡി പാർട്സുകളെല്ലാം മലയാളത്തിലുള്ള പേര് എഴുതി വെക്കുക, ഇംഗ്ലീഷ് പേര് കണ്ടെത്തി അത് എഴുതി വെക്കുക. അതൊരു പിക്ക് എടുത്തുകൊണ്ട് എനിക്ക് അയച്ചു തരാം. നാളെ മുതൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരാഴ്ച വരെ സമയമുണ്ട് കേട്ടോ. നാളെ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും, ഒരാഴ്ച വരെ. അതായത് നമ്മുടെ തല മുതൽ കാലടി വരെയുള്ള ശരീരഭാഗങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേരുകൾ വേണ്ട, പ്രധാനപ്പെട്ട ഒരു 12 പേരുകളെങ്കിലും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, പ്രധാനപ്പെട്ട പോസിറ്റീവായ ഒരു 12 പേരുകളെങ്കിലും കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മലയാളം എഴുതുക, ഇംഗ്ലീഷും എഴുതുക. എന്നിട്ട് നിങ്ങൾ ഒരു പിക്ക് ഇടുക. ഒരു പിക്ക് എടുത്ത് എനിക്ക് അയച്ചു തരിക. വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തോളൂ, ബോഡി പാർട്സ് എന്ന് ഹെഡിങ് കൊടുത്തുക. നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് ചെയ്യാൻ പറ്റും. ഇത്തരം ടാസ്കിനെ ഐസ് ബ്രേക്കിംഗ് എന്നാണ് പറയുക. ഐസ് ബ്രേക്കിംഗ് ഞാനേ ചോദിച്ചത് പറഞ്ഞാൽ മതി. ഐസ് ബ്രേക്കിംഗ് നിങ്ങളും നിങ്ങളുടെ അടുത്ത വർഷം മുതൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരായി വരുമ്പോൾ അവിടുത്തെ കുട്ടികളെയും ഈ ഐസ് ബ്രേക്കിങ്ങിലൂടെ നമുക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് നല്ല അടിപൊളിയായ കുട്ടികളാക്കി മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ആ സ്കൂളിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ മൂല്യം കൂടി വരികയാണ്. നമ്മുടെ സാലറി സ്കെയിൽ കൂടും, നമ്മൾ ആ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അസറ്റായിട്ട് മാറും. ഓക്കെ, മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഐസ് ബ്രേക്കിംഗ് ആധികാരികമായിട്ട് ചെയ്ത് തുടങ്ങി. പുറത്തേക്ക് പേര് ഇങ്ങനെ പറഞ്ഞോളൂ, ഐസ് ബ്രേക്കിംഗ് അല്ലേ, കേൾക്കുമ്പോൾ ഒരു ഇമ്പുള്ള പേരാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ബേസിക് ആയിട്ടുള്ള 6 വാക്യങ്ങളെ പേര് പഠിച്ചു കഴിഞ്ഞു. നമ്പർ 1 നമുക്കറിയാം പോസിറ്റീവ് സെൻറ്റൻസ്. നമ്പർ 2 നെഗറ്റീവ് സെൻറ്റൻസ്. നമ്പർ 3 പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്പർ 4 നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്പർ 5 പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ. നമ്പർ 6 നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 6 വാക്യങ്ങളെ പേരും നമുക്ക് ഈ ആഴ്ച കഴിയുമ്പോഴേക്കും എല്ലാവർക്കും, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും കാണാതെ അറിയണം. ഓക്കെ, നന്നായിട്ട് പഠിച്ചു വെക്കണം, മറക്കരുത്. ഓക്കെ, ദെൻ ഐസ് ബ്രേക്കിങ്ങും. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വേറൊരു സ്ട്രക്ചറെ പഠിക്കാൻ പോവുക. ഇപ്പം നമ്മളെ അമ്മയോട് ഐ ലൈക്ക് യു എന്ന് പറയാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഓക്കെ, നമ്മളെ കൂട്ടുകാരിയെ എത്രയോ കാലം മുമ്പ് നമുക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം നമുക്ക് കുടുംബമായി, അവൾക്കും കുടുംബമായി, നമുക്ക് നമ്മളെ കുടുംബത്തെ നോക്കണം. അപ്പോൾ ആ ഒരു ശ്രദ്ധക്കിടയിൽ ഇവിടെ ഒന്നും കയറി വരാറില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഐ ലൈക്ക്ഡ് ഹെർ. ഇപ്പോൾ ഇഷ്ടമുണ്ടോ? ഉണ്ടാവണം എന്നില്ല. ഐ ലൈക്ക്ഡ് ഹെർ, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, എനിക്ക് അവളെ ഇഷ്ടമുണ്ടായിരുന്നു, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു. മുമ്പ് ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ? ഇല്ല. ഐ ലൈക്ക്ഡ് ഹെർ. ഇത് അടുത്തൊരു സ്ട്രക്ചറാണ്. ഇതിന് ഇതേപോലെ 6 വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ക്ലിയർ ആയിട്ടുള്ള വാക്വം ആയിട്ടുള്ള മൈൻഡോട് കൂടി പഠിക്കാൻ തയ്യാറായിരിക്കുക. സാറ് പറയുന്നതൊക്കെ എനിക്കറിയാലോ, അതുകൊണ്ട് ഈ ക്ലാസ് ഞാൻ ലെഫ്റ്റ് അടിക്കുകയാണ്, ഇതൊക്കെ വേണ്ട എന്ന് വിചാരിക്കരുത്. അതായത് നമ്മൾ എപ്പോഴും അല്ലേ, ഒഴിഞ്ഞ ക്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കാനാണ് സുഖം അല്ലേ? അതുപോലെ ഒഴിഞ്ഞ മനസ്സിലേക്ക് അറിവ് കയറുന്നതാണ് കുറച്ച് രസപ്രദം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
എല്ലാം മനസ്സിലാക്കാനായി തയ്യാറായി ക്ലാസ്സിന് തയ്യാറായിരിക്കുക. വീഡിയോ ക്ലാസ്സുകൾ മുന്നോട്ട് കേൾക്കുക. അപ്പോൾ നാളെ മുതൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെ കൊണ്ടും, നാളെ മീൻസ് മറ്റന്നാളത്തെ ക്ലാസ്സിനും ഞാനും ക്ലാസ്സിൽ കയറാതിരിക്കരുത്, നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ഞാൻ ഈ 6 വാക്യങ്ങളെ പേര് ഉദാഹരണ സഹിതം വിത്ത് എക്സാമ്പിൾസ് ഞാൻ പറയിപ്പിക്കും. അപ്പം എല്ലാവരും തയ്യാറായിട്ട് വരിക, മറക്കരുത്. റെഡിയല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഒരു ശ്രമത്തോട് കൂടി നമുക്ക് ലാംഗ്വേജ് അങ്ങോട്ട് ഫ്ലുവൻ്റ് ആവണം. ഇനി ഇത് അങ്ങോട്ട് കഴിയണില്ല എന്ന് നമ്മൾ ആരോടും ഒന്നും പരിഭവം പറയാൻ പോകണില്ല. നമുക്കിതിൽ വിജയിച്ചേ പറ്റും. ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഓക്കെ. പലപ്പോഴും നമുക്ക് ഇപ്പോഴൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ താല്പര്യം അങ്ങനെ താഴേക്ക് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്. ഇന്ന് നിങ്ങൾക്കുള്ള താല്പര്യം നിങ്ങൾ കോൺവൊക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സമയത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. എങ്കിലേ നമ്മൾ ഒരു ഏറ്റവും കഴിവുള്ള മാതൃകാ ടീച്ചറായിട്ട് നമ്മൾ മാറുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ലെഫ്റ്റ് അടിച്ചോളൂ. റെക്കോർഡ് ലിങ്ക് നാളെ മോർണിംഗ്. ഓക്കെ, വെൽക്കം. റെക്കോർഡ് ലിങ്ക് നാളെ മോർണിംഗ് കയറും കേട്ടോ. ലിങ്ക് നാളെ ഗ്രൂപ്പിൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് ലോട്ട് ഓഫ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ.